നമ്മൾ ഇന്ത്യക്കാരെ വേറിട്ട് നിർത്തുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന സ്പൈസസ് ആണ്. അതിൽ പ്രധാന സ്പൈസസിൻ്റെ ഒരു മിക്സാണ് ഗരം മസാല. നമ്മൾ കടകളിൽ നിന്ന് മേടിക്കുന്ന ഗരം മസാലയ്ക്ക് യാതൊരു ഗുണനിലവാരമില്ലാത്തവയാണ്. ഒരു നല്ല ഗരം മസാല വളരെ ഈസിയായി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കിയാലോ. ഗരം മസാലയ്ക്ക് ആവശ്യമായ സ്പൈസസ് ഏതൊക്കെയാണെന്ന് നോക്കാം. പെരുംജീരകം, പട്ട, മുളക്, ഗ്രാമ്പു, ഏലക്ക, സ്റ്റാർ അനീസ്. മുളക്, സ്റ്റാർ അനീസ്, മേസ് ഫ്ലവർ ഇവ ഓപ്ഷനിലാണ്, ഉണ്ടെങ്കിൽ ഉപയോഗിച്ചാൽ മതി. ഇനി ഇവയെല്ലാം ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം. ഡ്രൈ റോസ്റ്റ് എന്ന് പറയുമ്പോൾ എണ്ണയിലൊന്നും ഒഴിക്കാതെ വേണം ഡ്രൈ റോസ്റ്റ് ചെയ്യാൻ. ഇനി നമുക്ക് ഇവയെല്ലാം കൂടെ ഈ പാനിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ കണ്ടിന്യൂസ് ആയിട്ട് ഒരു 5 മിനിറ്റ് ഇളക്കി കൊടുക്കണം. ഇല്ലെങ്കിൽ കരിഞ്ഞു പോകാൻ സാധ്യത വളരെ കൂടുതലാണ്. നമ്മൾ ഡ്രൈ റോസ്റ്റ് ചെയ്യുന്നതും ചെയ്യാത്തതും തമ്മിൽ വളരെയധികം വ്യത്യാസമുണ്ട്. ഡ്രൈ റോസ്റ്റ് എന്തിന് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ ഈ സ്പൈസസിൻ്റെ അകത്തല്ല ഒരു ഓയിൽ കണ്ടൻറ് ഉണ്ട്. അത് ഈ ഡ്രൈ റോസ്റ്റ് ചെയ്യുന്നതിലൂടെ അതിൻ്റെ ഫ്ലേവർ പുറത്തേക്ക് വരുന്നതാണ്. പിന്നെ രണ്ടാമത്തെ കാരണം എന്ന് പറയുമ്പോൾ ഇത് വളരെ കാലം കേടുകൂടാതെ സൂക്ഷിക്കാൻ സാധിക്കും. മൂന്നാമത്തെ കാര്യം എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഈർപ്പം നന്നായിട്ട് പോയി കിട്ടും. ഈർപ്പം നന്നായി പോകുന്നതിലൂടെ അതിൻ്റെ ടേസ്റ്റ് നന്നായിട്ട് കൂടാൻ സാധ്യതയുണ്ട്. ഇപ്പം നമ്മൾ 5 മിനിറ്റ് ഡ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിന് ചൂട് കുറയുന്നതിന് വേണ്ടി വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ചൂട് കുറഞ്ഞതിന് ശേഷം പൊടിക്കുന്നതിന് മിക്സിയുടെ ജാറിലേക്ക് മാറ്റണം. ഇനി ഇത് പൊടിച്ചെടുക്കണം. പൊടിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്, ഇത് ഇടയ്ക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കണം. എന്നാലാണ് ഇതിൻ്റെ എല്ലാ സ്പൈസും പൊടിഞ്ഞ് കിട്ടുകയുള്ളൂ. പിന്നെ ഇത് പൊടിക്കുമ്പോൾ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നന്നായിട്ട് ഫൈൻ പൗഡർ ആക്കണ്ട, ഇപ്പം തരിയോട് കൂടെ പൊടിച്ചാൽ മതിയാവും. ഇനി ഇത് ഫ്ലേവർ നഷ്ടപ്പെടാതെ എങ്ങനെ സൂക്ഷിക്കണമെന്ന് പറഞ്ഞു തരാം. നന്നായിട്ട് എയർ ടൈറ്റ് ആയിട്ടുള്ള 2 കണ്ടെയ്നർ എടുക്കുക. അതിൻ്റെ അകത്ത് ഒരെണ്ണത്തിൻ്റെ അകത്ത് നമ്മൾ എപ്പോഴും ഉപയോഗിക്കുമ്പോൾ എടുക്കാനായിട്ടും മറ്റേതിൻ്റെ അകത്ത് ആദ്യത്തെ കണ്ടെയ്നർ തീർന്നു കഴിയുമ്പം എടുക്കാനായിട്ട് അങ്ങനെ 2 കണ്ടെയ്നറിൽ സൂക്ഷിക്കുക. അപ്പോൾ നിങ്ങൾക്കിത് കുറേ കാലം നല്ല ഫ്ലേവറോട് കൂടി യൂസ് ചെയ്യാൻ പറ്റും.